വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ്. ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ആയതിനു ശേഷം പേ ഔട്ട് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന കാര്യം എല്ലാ ആളുകൾക്കും അറിയാം. പല ആളുകൾക്കും ഇതിന് മുന്നേ ഉള്ള ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിഗ്നേച്ചർ ഇറർ ആവുന്നു, അല്ലെങ്കിൽ വയർ ട്രാൻസ്ഫർ കാണുന്നില്ല, സ്വിഫ്റ്റ് കോഡ് എവിടെ നിന്ന് കിട്ടും, അതേപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് GST കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. ഇതിനൊക്കെ ഉള്ള ഉത്തരം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഉണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ പേ ഔട്ട് അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ചെയ്യുന്ന ഇന്നത്തെ വീഡിയോയിലൂടെ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഓരോ സ്റ്റെപ്പും ഫുൾ ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ആദ്യം വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. ഇൻസ്റ്റാഗ്രാം എന്ന പ്ലാറ്റ്ഫോമിൽ കൂടി ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയാൻ പറ്റുന്ന വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷൻ എന്നുള്ള പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം. കാണാത്ത ആളുകൾക്ക് അത് കയറി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് മോണിറ്റൈസേഷന്റെ A to Z കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസേഷന്റെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പേ ഔട്ട് അക്കൗണ്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് സ്ക്രീനിലൂടെ തന്നെ കാണാം. ഇൻസ്റ്റാഗ്രാമിലെ ഗിഫ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, പ്രൊഫൈലിലേക്ക് വരിക. പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സെറ്റപ്പ് ഗിഫ്റ്റ് ഓൺ റീൽസ് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞ ദിവസത്തെ അപ്ഡേഷനോടുകൂടി എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അവിടെ നെയിമും ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക. കൺട്രി നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഇന്ത്യ കൺട്രി കാണുന്നുണ്ടായിരിക്കും. ബിസിനസ് ടൈപ്പ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഡിവിജ്വൽ സോളോ പ്രൊപ്പറേറ്റർ ആണ് കൊടുക്കേണ്ടത്, അല്ലാതെ മറ്റൊന്നും നിങ്ങൾ കൊടുക്കരുത്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പല ആളുകൾക്ക് ഇതിൽ സംശയം വരുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് അടുത്തത് കൊടുക്കാൻ പറ്റുന്നതാണ്. അടുത്ത പേജിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽ, നിങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടുപേര് അതേപോലുള്ള കാര്യങ്ങളൊക്കെ, നിങ്ങളുടെ ആ പ്രോപ്പർ ആയിട്ടുള്ള നെയിം കാര്യങ്ങളൊക്കെ ആണോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുകയാണെങ്കിൽ പോസ്റ്റൽ കോഡ് അതേപോലെ തന്നെ സിപ്പ് കോഡ് ഇത്തരത്തിലുള്ള കാര്യം ചോദിക്കുന്നുണ്ടായിരിക്കും. പോസ്റ്റൽ കോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ പിൻ കോഡ്, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇൻസ്റ്റാഗ്രാമുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നമ്പർ കൊടുക്കുക, ഇമെയിൽ കൊടുക്കുക. അതിനുശേഷം പെർമനന്റ് അക്കൗണ്ട് നമ്പർ, പാൻ നമ്പർ മാൻഡറ്ററി ആണ്, നിങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. നിങ്ങൾ പാൻ നമ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെയും കൊടുക്കരുത്. നിങ്ങൾ പുതിയതൊന്നും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടും. പാൻ നമ്പർ കൊടുക്കുക. പിന്നെ ഉള്ളത് ഡൗട്ടർ എന്ന് ചോദിച്ചാൽ GST രജിസ്ട്രേഷൻ നമ്പർ വേണമെന്ന്. GST രജിസ്ട്രേഷൻ വാറ്റ് നമ്പർ നമ്മളവിടെ കൊടുക്കണ്ട, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് GST കൊടുക്കണമെങ്കിൽ കൊടുക്കാം, പക്ഷേങ്കിൽ അത് കൊടുക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവുമില്ല. നിങ്ങൾക്ക് പാൻ കാർഡ് മാത്രം കൊടുത്താൽ മതി. പാൻ കാർഡ് നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ അണ്ടർ പെനാൽറ്റീസ് എന്നുള്ള ആ ഒരു സ്ഥലത്ത് ടിക്കറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത പേജിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ പേ ഔട്ട് അക്കൗണ്ട് ആണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണ് ക്യാഷ് വരുന്നത്? പേപ്പാൽ ഉണ്ട്. നിങ്ങൾ പേപ്പാൽ കൊടുക്കാതെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മാനുവലി തന്നെ കൊടുക്കുക. മാനുവൽ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ചോദിക്കുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽ, ബാങ്കിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെയും പല ആളുകൾക്കും സംശയം പല രീതിയിലുണ്ട്. അക്കൗണ്ട് ഹോൾഡർ നെയിം, നിങ്ങളുടെ അക്കൗണ്ടിൽ എന്ത് പേരാണോ അത് കൊടുക്കുക. പിന്നെ ഉള്ളതാണ് സ്വിഫ്റ്റ് കോഡ്. സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ നെറ്റിലൊന്നും എടുക്കരുത്. നിങ്ങളുടെ ബ്രാഞ്ചിൽ ചെന്നിട്ട് മാനേജറിൻ്റെ അടുത്തോ അവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്തോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വിഫ്റ്റ് കോഡ് കിട്ടും. ആ ഒരു സ്വിഫ്റ്റ് കോഡാണ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. നെറ്റിൽ നിന്നൊന്നും കറക്റ്റ് ആയിട്ടുള്ളതായിരിക്കത്തില്ല. ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ലിങ്ക് പേ ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ടാക്സ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ ടാക്സ് ഇൻഫോ ആണ് കൊടുക്കേണ്ടത്. ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടാക്സ് ഇൻഫോ കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കും അലോ എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. ഒന്നും കൂടി അലോ ചോദിക്കും. അത് നിങ്ങളും അലോ ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്നത് നിങ്ങളൊരു US സിറ്റിസൺ ആണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മളവിടെ കൊടുക്കേണ്ടത് നോ എന്നാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾ മറ്റുള്ള ആളുടെ ഏതെങ്കിലും ആളുടെ പേരിലാണോ ഈ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്, അത് നിങ്ങൾ നോ കൊടുക്കുക. ശേഷം നിങ്ങൾ നെക്സ്റ്റ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് വന്നു കഴിയുകയാണെങ്കിൽ നമ്മുടെ സ്ഥലം ഏത് കൺട്രിയാണ് ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇന്ത്യ ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. വേറെ ഒന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ശേഷം നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡീറ്റെയിൽ കറക്റ്റ് ആണോ എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അത് നെക്സ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ കാണും, ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾ 0% സർവീസ് ചാർജ് ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്. ഈ ക്ലാരിഫൈ എന്നുള്ള കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങൾ നേരത്തെ എന്താണോ നിങ്ങളുടെ പേര് കൊടുത്തത് അതേപോലെ തന്നെ സ്പേസ് ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക. ഇതിന് ശേഷം അതാണ് എല്ലാവർക്കും അവിടെ ചിലപ്പോൾ ഇറർ കാണിക്കും. പക്ഷേ നിങ്ങൾ ആ ആദ്യം കൊടുത്ത പേര് എന്താണോ അത് കറക്റ്റായിട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ W8 എന്നുള്ള ഇത്തരത്തിലുള്ള ഒരു ഫോം വരും. ഡീറ്റെയിൽ എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം ആഡ് ടാക്സ് ഇൻഫോ ഓക്കെ കൊടുക്കുക.
കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് റീഡയറക്റ്റ് ചെയ്ത് വരാൻ വേണ്ടി. അതിനുശേഷം ഒന്നും കൂടി നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഡീറ്റെയിൽ ഓക്കെ ചോദിക്കും. നിങ്ങൾ ഓക്കെ കൊടുക്കുക. ശേഷം നിങ്ങളുടെ ടാക്സ് ഇൻഫോ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അതൊന്ന് പ്രോസസ്സ് ആകാനുള്ള ടൈമാണ്. ഇത്രയും കഴിഞ്ഞാൽ നിങ്ങളുടെ ടാക്സ് ഇൻഫോ കറക്റ്റ് ആയിട്ടുണ്ട്, ഗിഫ്റ്റ് നിങ്ങൾക്ക് എനേബിൾ ആയിട്ടുണ്ട്. ഇനി ഇത് വന്നിട്ടുണ്ടോ എന്നറിയാൻ ആ ഡൺ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് നിങ്ങൾക്ക് റീഡയറക്റ്റ് പോകുന്നതായിരിക്കും. എലിജിബിൾ എന്ന് കാണാൻ സാധിക്കും, അപ്രോക്സിമേറ്റ് ഏർണിങ്സ് കാണാൻ സാധിക്കും. അലോ ഗിഫ്റ്റ് ഓൺ റീൽസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്തിട്ട് കഴിയുക. പേ ഔട്ട് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളുടെ റീൽസ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും നിങ്ങൾക്ക് നിങ്ങളുടെ റീൽസിൽ ഗിഫ്റ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കത്തില്ല. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് ഓപ്ഷൻ കാണാൻ ഇവിടെ സാധിക്കത്തില്ല. റീൽസിലൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ സെർച്ച് ആക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ മറ്റൊരു അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. അതിന് ശേഷം എൻ്റെ പേര് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണ്. എൻ്റെ പേര് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ റീൽസ് ഇവിടെ കാണാൻ സാധിക്കും. ശേഷം ഞാൻ എൻ്റെ ആ റീൽസ് എടുത്ത് നോക്കി കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സെൻഡ് ഗിഫ്റ്റ്. നമ്മുടെ ആ ഫിൽറ്ററിൻ്റെ പേരൊക്കെ എഴുതി കാണിക്കുന്ന സ്ഥലത്ത് സെൻഡ് ഗിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സെൻഡ് ഗിഫ്റ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് അയച്ച് തന്നാലാണ് നമുക്ക് ഏണിങ്സ് ഈ ഒരു ഗിഫ്റ്റ് ഓപ്ഷൻ വഴി കിട്ടുന്നത്. ഏകദേശം $25 ആയാൽ മാത്രമേ ഈ ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് പിൻവലിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റു ദിവസം നല്ല വീഡിയോ കാണുമ്പോൾ നാസിം സൈനിങ് ഓഫ്. താങ്ക് യു.